നമസ്കാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കണം എന്നാഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. പക്ഷെ തുടക്കത്തിലൊക്കെ നല്ല സ്നേഹത്തോടും ഭയങ്കരമായ ആത്മാർത്ഥതയോടും കൂടി സ്നേഹിച്ചിരുന്നവർ ഇപ്പോൾ പതുക്കെ അകൽച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിയെ ഇപ്പോൾ ഓൾറെഡി ഇഷ്ടമാണ്, പക്ഷെ തിരിച്ചത്രയ്ക്ക് ഇങ്ങോട്ടൊരു സ്നേഹം കാണുന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവാൻ വേണ്ടി, അതൊരു ആത്മാർത്ഥതയോടു കൂടി തന്നെ ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിത് പൂർണ്ണമായി വിശ്വാസത്തോടു കൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടമുണ്ടാവും. അത് പിണങ്ങി നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. പിന്നെ ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ പലവിധ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ നടന്നു കിട്ടാൻ കുറച്ച് താമസം നേരിടും. കാരണം അവർക്ക് സ്വാഭാവികമായി എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി, അവർ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ എന്തും നടക്കുന്നതിന് താമസം നേരിടും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിലെത്തി തന്നെ അത് വീണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെയുള്ളവർ സ്വയം ചിന്തിക്കും, എനിക്കൊരു കാര്യം നടക്കില്ല എന്നൊക്കെ ചിന്തിക്കും. അതൊക്കെ നെഗറ്റീവ് എനർജി തടസ്സങ്ങൾ ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആ നെഗറ്റീവ് എനർജിയെ മാറ്റാനും അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനൊക്കെ കഴിയും. അതിന് നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അങ്ങനെ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ. ഇപ്പം ഞാനിതിൽ പറയുന്ന കാര്യം, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, നല്ല ശുദ്ധമായ വെള്ളം. എന്നിട്ട് ഒരു പേപ്പറിൽ നിങ്ങളുടെ പേരും ആ ഏത് വ്യക്തിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ പേരും ഒരു പച്ച മഷി കൊണ്ട് എഴുതുക. എന്നിട്ട് ഒരു വട്ടം വരയ്ക്കുക. നിങ്ങൾക്ക് വട്ടം വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എഴുതുകയും ചെയ്യാം, അല്ലെങ്കിൽ എഴുതിയതിന് ശേഷം അതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കുകയും ചെയ്യാം. അങ്ങനെ വട്ടം വരച്ചതിന് ശേഷം ആ പേപ്പർ 4 മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് നമ്മളത് കയ്യിൽ പിടിക്കുക. കയ്യിൽ പിടിച്ച് മുന്നിൽ ഈ ഗ്ലാസ് വെള്ളം വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരം ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഈ ശ്രദ്ധിക്കുന്ന സമയം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹമാണ് നിങ്ങൾ മനസ്സിലപ്പോൾ കരുതേണ്ടത്. ആ വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥമായി ഇടപഴകുന്നതും സ്നേഹിക്കുന്നതും സന്തോഷിക്കുന്നതുമായ കാര്യം ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തി, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ഒപ്പമുണ്ട്, ഇനി അതിലൊരു മാറ്റവും ഇല്ല, ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിൽ പൂർണ്ണമായിട്ടും കരുതുക. കരുതിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷം നിങ്ങൾ ആ വെള്ളം എടുത്ത് നിങ്ങൾ കുടിക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 21 ദിവസമാണ്. 21 ദിവസം നിങ്ങൾ ഓരോ പേപ്പറിലും എഴുതേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ദിവസം എഴുതിയ പേപ്പർ തന്നെ നിങ്ങൾക്ക് 21 ദിവസം ഉപയോഗിക്കാം. വെള്ളം നിങ്ങൾ 21 ദിവസം എടുക്കുക. ഒരു ഗ്ലാസ്സിൽ ശുദ്ധജലം എടുത്തതിന് ശേഷം അത് ഇതേപോലെ 5 മിനിറ്റ് നിങ്ങളതിലേക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ 21 ദിവസം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നതും സംസാരിക്കുന്നതിലൊക്കെ മാറ്റം വരാൻ തുടങ്ങും. അത് ചില വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞ പോലെ താമസം നേരിടുന്നത് ഈ നെഗറ്റീവ് എനർജിയും തടസ്സങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തേർഡ് പാർട്ടി ബന്ധം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഇത് വരാൻ താമസം നേരിടും. കാരണം അത് തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവർ പല ഇതിലും ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ ആയാലും അല്ലെങ്കിലും അവർക്ക് വശപ്പെടുത്തി നിർത്തി വച്ചിട്ടുണ്ടാവും. സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, കർമ്മങ്ങളിലൂടെ, പല കാര്യത്തിലൂടെയും. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു വരണമെങ്കിൽ സമയം പിടിക്കും. അതല്ലാതെ നോർമലി ഉള്ള ആളുകൾക്ക് സാധാരണ ഒരു പിണക്കത്തിലൂടെ മാറിപ്പോയതാണെങ്കിലൊക്കെ തിരിച്ചു വരാൻ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. അപ്പോൾ നിങ്ങളിത് പൂർണ്ണമായിട്ടും ഇതിൽ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നടക്കും. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എന്താ നെഗറ്റീവ് എനർജി കളയണമെങ്കിൽ അതെങ്ങനെ, തടസ്സങ്ങൾ മാറ്റണമെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അത് മനസ്സിലാക്കി അതുപോലെ ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടു കൂടി ആ വ്യക്തിയുമായി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.